ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബാക്കിലുള്ള ലെറ്റസ് വേഴ്സസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടക്ടിംഗ് വയർ AB is bent into a loop as shown in the figure. A battery is connected to the ends of the conductor. Question A. When the switch is turned on, find the direction of the magnetic field around the conductor at points A and B. അതായത് നമുക്കൊരു കണ്ടക്റ്റിംഗ് വയർ തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്ന ഒരു കണ്ടക്റ്റിംഗ് വയർ. അത് നമ്മളിങ്ങനെ ഒരു ലൂപ്പിൻ്റെ ഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലൂപ്പ് ഷേപ്പിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിലെയും ബി എന്ന് പറയുന്ന പോയിന്റിലെയും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു രണ്ട് പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ലൂപ്പ് ഒന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. ഈ വലിയ ബാർ സൂചിപ്പിക്കുന്നത് പോസിറ്റീവും ഈ ചെറിയ ബാർ സൂചിപ്പിക്കുന്നത് നെഗറ്റീവാണ്. സോ ഇങ്ങനെ ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയി കഴിഞ്ഞാൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് നമ്മളെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോൾ കറണ്ട് എന്താണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കറണ്ട് മുകളിലേക്ക്, അതായത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ കറണ്ട് താഴത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. താഴത്തേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എൻ്റെയും ബിൻ്റെയും പോയിന്റ്സിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബി പാർട്ട്. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ച ലോ ഏതാണ്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിസത്തിൽ രണ്ട് ലോ ആണ് വരുന്നത്. ഒന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും മറ്റൊന്ന് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുന്നത്, നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അതിലെ തമ്പ് ചൂണ്ടിക്കാണിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനെയാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കേൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫിംഗേഴ്സ് കണ്ടോ, ഈ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ്, നമ്മുടെ തമ്പ് സൂചിപ്പിക്കുന്നത് കറണ്ടിൻ്റെ ഫ്ലോ, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനെയും അതുപോലെ തന്നെ ഇവിടെ കേൾ ചെയ്തിരിക്കുന്ന ഈ ഫിംഗേഴ്സ് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ കണ്ടക്റ്റിംഗ് ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചത്? അതാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു കണ്ടക്റ്റിംഗ് ലൂപ്പ് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പിടിച്ച് ഇരിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ റൂൾ വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളപ്പം ഇമാജിൻ ചെയ്യുകയാണ് ഈ കണ്ടക്റ്റിംഗ് ലൂപ്പ് റൈറ്റ് ഹാൻഡിൽ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം നമ്മൾ പറഞ്ഞത് തമ്പിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് എന്താണ്, കറണ്ടിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എന്നാണ്. പിന്നെ കേൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫിംഗർ, എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ഈ കണ്ടക്റ്റിംഗ് ലൂപ്പിൽ
കറന്റ് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കറന്റ് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, കറന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കറന്റിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ അപ്വേർഡ് ആവുമ്പോൾ നമ്മൾ ഈ കേൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിംഗർ എങ്ങോട്ടാണ് പോകുന്നത്, ഒരു ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എപ്പോഴാണോ കറന്റിന്റെ ഡയറക്ഷൻ അപ്വേർഡിലേക്ക് പോകുന്നത്, അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കുക. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മുകളിലോട്ട്, അതായത് കറന്റിന്റെ ഡയറക്ഷൻ. കേൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിംഗേഴ്സ് പോകുന്നത് ഒരു ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അങ്ങനെ നമുക്ക് ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഇത് തന്നെ നമുക്ക് പോയിന്റ് ബിയിലേക്ക് വരുമ്പോഴും കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ആവുന്ന സമയത്ത് നമ്മളിത് നേരെ ഒന്ന് തിരിച്ചാലോചിക്കുക. ഇവിടെ അപ്വേർഡ് ആവുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇവിടെ കറന്റ് ഡൗൺവേർഡ് ആവുമ്പോൾ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു കണ്ടക്റ്റിംഗ് ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. Question: The direction of the magnetic field around a current carrying conductor AB is marked. Find the direction of the electric current through the conductor and state the law that supports this. അതായത് നമുക്ക് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനാണ് ഇവിടെ ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളോട് ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ലോ ഏതാണ് എന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയണം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ലോ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് എന്താണ്, തമ്പ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റീൻ്റെ, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനെയാണ്. കേൾ ചെയ്തിരിക്കുന്ന ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷനെയുമാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കൂ, ഇങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക്, അതായത് ഇതിൻ്റെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ബി ടു എയിലോട്ടായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അതായത് ഒരു കറന്റ് ക്യാരിയിങ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് പൊളാരിറ്റിയെ കുറിച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാഗ്നറ്റിക് പൊളാരിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. മാഗ്നറ്റിക് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന്റെ രണ്ട് അറ്റങ്ങളിലാണ് മാഗ്നറ്റിക് പൊളാരിറ്റി എന്ന് പറഞ്ഞത്, നോർത്തും സൗത്ത് പോൾ. ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കറന്റ് ക്യാരിയിങ് സോളിനോയിഡിൽ നമ്മൾ എങ്ങനെയാണ് മാഗ്നറ്റിക് പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ആ രണ്ട് അറ്റങ്ങളിലും, അതായത് ഒരു സോളിനോയിഡിന്റെ രണ്ട് അറ്റങ്ങളിലും കറന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് പൊളാരിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു അറ്റത്ത് നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളിനോയിഡിന്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതേപോലെ തന്നെ ഒരറ്റം എടുക്കുക, അതിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണെങ്കിൽ ആ ഒരു എൻഡിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് പറയും. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിൽ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് പൊളാരിറ്റീസ് ഏതൊക്കെയാണ്, സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുക, എന്നിട്ട് പൊളാരിറ്റീസ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരറ്റത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിനെ നമുക്ക് നോർത്ത് പോൾ എന്ന് പറയാം. അതാണ് ആദ്യത്തെ
സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു കറന്റ് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ എൻഡിന് എന്താണെന്നാണ് പറഞ്ഞത്, സൗത്ത് പോൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കറന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറ്റത്തിന് സൗത്ത് പോൾ എന്ന് പറയാം. അപ്പോൾ ഇത് ശരിയാണ്. കാരണം നമ്മൾ പഠിച്ചത് ഒരു എൻഡിൽ കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ ഒരു അറ്റത്തെ നമ്മൾ സൗത്ത് പോൾ എന്ന് പറയുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇഫ് ദ കറന്റ് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ദെൻ ദാറ്റ് എൻഡ് ഈസ് സൗത്ത് പോൾ. അതായത് നമ്മുടെ സോളിനോയിഡിന്റെ ഒരറ്റത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറന്റ് പോകുന്നുണ്ടെങ്കിൽ ആ അറ്റത്തെ സൗത്ത് പോൾ എന്ന് വിളിക്കാം. അത് തെറ്റാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോർത്ത് പോൾ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഡി എന്ന് പറയുന്നത് ഇതിൽ മുകളിലുള്ളത് ഏതുമല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സോളിനോയിഡിന്റെ ഒരറ്റത്ത് കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഒരറ്റത്തെ നമ്മൾ സൗത്ത് പോൾ എന്ന് ഡിറ്റർമൈൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദി ഡയഗ്രാം. അതായത് നമുക്കിവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇത് ഏത് ഡിവൈസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം ഒരു DC ഇലക്ട്രിക് മോട്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇതിലുള്ള ആർമേച്ചർ എന്ന് പറയുന്നത് ഈ ABCD എന്ന് പറയുന്ന ഇതാണ് ആർമേച്ചർ. ഈ ആർമേച്ചർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഒരു 12 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ ഏത് ടെർമിനലിലോട്ടാണ് X എന്ന് പറയുന്ന ഈ പോയിന്റ് കണക്ട് ചെയ്യേണ്ടത്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവുമ്പോൾ, ഈ കോയിലിലൂടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവുമ്പോൾ, ഇതൊരു മാഗ്നറ്റ് കൂടിയാണ്, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കൂടി ഉണ്ടാവുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഇന്ററാക്ഷൻ ആണ് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നത്. ഈ ഫോഴ്സ് കാരണമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, റൊട്ടേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ സാധാരണ ഇതിൽ നമുക്കറിയാം ഈ പറയുന്ന X എന്ന് പറയുന്ന പോയിന്റ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ Y എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ മൂവ് ചെയ്യുന്നത്, അതായത് ABCD എന്ന് പറയും, ഈ ആർമേച്ചർ മൂവ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ AB താഴത്തും CD മുകളിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇതിനെ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ X എന്ന് പറയുന്ന പോയിന്റ് നേരത്തെ പോസിറ്റീവ് ടെർമിനലിലായിരുന്നു കണക്ട് ചെയ്തത്, അതിനെ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാം. നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ AB മുകളിലും CD താഴത്തും, അതായത് ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. Question, what is the necessity of using a split ring commutator in this device? അപ്പം ഈ ഒരു ഡിവൈസിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ആവശ്യകത എന്താണ്? ഇവിടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞത് ഈ R1 R2 ഇവിടെ രണ്ട് ഒരു സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു റിങ്ങിനെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കറന്റിന്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വരുന്നത്. അപ്പോൾ ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും ഈ കറന്റിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ ചെയ്യുന്ന പണിയാണ്, ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു കംപ്ലീറ്റ് സ്മൂത്ത് റൊട്ടേഷൻ കിട്ടണം. അപ്പം ആ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് കറക്റ്റായിട്ടൊരു സ്മൂത്ത് റൊട്ടേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പം ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇലക്ട്രിക് മോട്ടറുകളിലും ഗാൽവനോമീറ്റേഴ്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇല്ല എങ്കിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ അവിടെ നടക്കില്ല, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പിൻ അവിടെ പോസിബിൾ ആയിരിക്കില്ല. ചുമ്മാ അത് പുറകോട്ടും മുമ്പോട്ടും ഒക്കെ ആ ആർമേച്ചർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ മൂവ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കംപ്ലീറ്റ് സ്പിന്നിങ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സ്പിന്നിങ് സാധ്യമാവുള്ളൂ. Question, what is the function of the diaphragm in a moving coil loudspeaker? ഒരു മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലെ ഡയഫ്രത്തിന്റെ
ഫങ്ഷൻ എന്താണ്? അപ്പോൾ ഇതാണ് പേപ്പർ ഡയഫ്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടു ആംപ്ലിഫൈ ദ സൗണ്ട് സിഗ്നൽസ്. രണ്ടാമത്തത് മെക്കാനിക്കൽ എനർജിയെ സൗണ്ട് വേവ് ആയി കൺവേർട്ട് ചെയ്യുക. മൂന്നാമത്തത് സെപ്പറേറ്റ് ദ ഹൈ ഫ്രീക്വൻസി സൗണ്ട് സിഗ്നൽസ്. ആൻഡ് ഡി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജീനെ സൗണ്ട് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ ഒരു വോയിസ് കോയിൽ ഉണ്ട്. ഈ വോയിസ് കോയിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എയർ വൈബ്രേഷൻസ് സംഭവിക്കും. ഈ വൈബ്രേഷൻസ് ആണ് പിന്നീട് ഒരു സൗണ്ട് വേവ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഒരു മെക്കാനിക്കൽ, അതായത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ്. അപ്പോൾ അതാണ് ഒരു സൗണ്ട് വേവ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി പേപ്പർ ഡയഫ്രം ചെയ്യുന്നത് ഒരു മെക്കാനിക്കൽ എനർജീനെ സൗണ്ട് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടക്ടർ ഈസ് ഹെൽഡ് എബോവ് ആൻഡ് പാരലൽ ടു എ മാഗ്നറ്റിക് നീഡിൽ. Question A. What causes the magnetic needle to deflect when the switch is turned on? B question. Suggest 2 ways to reverse the direction of this deflection. അതായത് നമുക്കൊരു കണ്ടക്ടർ തന്നിട്ടുണ്ട്, അതിന് പാരലായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിലും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത വഴി അവിടെ എന്താണ്, ഒരു കറൻറ്റ് ഫ്ലോ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പം ഇങ്ങനെയാണ് ഇവിടെ കറൻറ്റ് ഫ്ലോ ഉണ്ടാവുന്നത്. കറൻറ്റ് ഫ്ലോ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഉണ്ടാവും, കാരണം ഇതൊരു മാഗ്നറ്റിക് നീഡിലാണ്. സോ കണ്ടക്ടറിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് നീഡിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും രണ്ടും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫ്ലക്ഷനെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ 2 വഴികളാണ് ഉള്ളത്? അപ്പോൾ ഒരു മാഗ്നറ്റിക് നീഡിലെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അതായത് മെയിനായിട്ട് ഈ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടക്ടറിൻ്റെ തൊട്ട് താഴെ നീഡിൽ എന്നാണ്. അപ്പോൾ അതിന് പകരം നീഡിലിൻ്റെ താഴെ കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ആ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ മാറ്റാവുന്നതാണ്. ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാംസ്. ക്വസ്റ്റ്യൻ, ഇൻ ബോത്ത് കേസസ് ഡസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. നമുക്കിവിടെ ഫിഗർ എ ബി എന്ന് പറഞ്ഞ 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഫിഗേഴ്സിൽ ഒരു കണ്ടക്ടറും വെച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു നീഡിലും വെച്ചിട്ടുണ്ട്. ഈ നീഡിലെ നോർത്ത് പോള് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കുമോ അതോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കുമോ? അപ്പോൾ നമുക്കിത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറൻറ്റിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറൻറ്റിൻ്റെ ഫ്ലോ. അപ്പം കറൻറ്റിൻ്റെ ഫ്ലോ ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് നമ്മുടെ തമ്പിനെ പോയിൻ്റ് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു ഡയറക്ഷനിലേക്കാണ് തമ്പ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൈയിൻ്റെ, അതായത് കേൾ ചെയ്ത ഈ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനോ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ നീഡിൽ എന്ന് പറയുന്നതും ഏത് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് ഫിഗർ ബിൻ്റെയും കണ്ടുപിടിക്കാം. അതായത് ഇവിടെ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ലൂപ്പ് നമ്മൾ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്
ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പം ഈ ഡയറക്ഷനിലേക്ക് നമ്മുടെ തമ്പ് പോയിന്റ് ഔട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുണ്ടാവുന്ന എന്താണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ഒബ്വിയസ്ലി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും കേൾഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ ബിയിൽ മാഗ്നറ്റിക് നീഡിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചത് എന്നുള്ളതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നീഡിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ ഇന്ററാക്ഷൻ കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് കൊണ്ടാണ് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ ഡിഫ്ലക്റ്റ് ആവുന്നത്. അപ്പം ഏത് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ആവും എന്നത് നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. Question: AB is a copper wire. An acrylic sheet is kept above the south pole of a magnet. Two copper wires are placed above the sheet in such a way that they are parallel. A battery and a switch are connected to the wires. AB is placed above them. In which direction will the copper wire roll when the switch is turned on? Towards Q or towards P? Subscribe to this channel for more videos like this. അതായത് എ ബി എന്ന് പറയുന്ന ഒരു കോപ്പർ വയർ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ആക്രിലിക് ഷീറ്റും വെച്ചിട്ടുണ്ട്. ഒരു മാഗ്നറ്റിന്റെ സൗത്ത് പോളിന്റെ മുകളിലാണ് ഈ ആക്രിലിക് ഷീറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് കൂടാണ്ട് രണ്ട് കോപ്പർ വയേഴ്സ് കൂടി ഉണ്ട്. ഈ രണ്ട് കോപ്പർ വയർസിന്റെ മുകളിലാണ് എ ബി എന്ന് പറയുന്ന ഈ കോപ്പർ വയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ രണ്ട് കോപ്പർ വയേഴ്സും നമുക്കൊരു 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ എ ബി എന്ന് പറയുന്ന കോപ്പർ വയർ ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്? ക്യൂ എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കായിരിക്കുമോ അതോ പി എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കായിരിക്കുമോ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റെഡ് കളർ കാണുന്ന വയറിന് പോസിറ്റീവ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ബ്ലൂ കളറിന് നെഗറ്റീവായിട്ടും അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നത്. ഇത്രയും നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ടുവേർഡ്സ് പി എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം എന്താണ്, ഈ തമ്പ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷനെ പോയിന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ 4 ഫിംഗർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ ചൂണ്ടിക്കാട്ടുന്നു. ഈ സെക്കൻഡ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ നെഗറ്റീവിലേക്ക് ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു. അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ടിൻ്റെ ഫ്ലോ, അതായത് താഴത്തേക്കാണ് കറണ്ടിൻ്റെ ഫ്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നോർത്തിൽ നിന്ന് സൗത്തിലേക്കും ആയിരിക്കും. അപ്പോൾ ഈ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് എന്തായിരുന്നു, കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്ത് എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ നമ്മുടെ തമ്പ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു പോയിന്റ് ചെയ്യുന്നത്, തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ പിയിലോട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ എ ബി എന്ന് പറയുന്ന വയർ പിയിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ ബി പാർട്ടാണ്. നമ്മളിപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് നേരത്തെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയായിരുന്നു, അതിന് പകരം ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനോ മാറുമ്പോൾ, അതിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ, കണ്ടക്ടർ എവിടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനും ഇവിടെ
റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എന്താവും, കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റും ഇവിടെ മാറി. അതായത് നേരത്തെ എ ടു ബിയിൽ നിന്നായിരുന്നു കറണ്ട് ഫ്ലോ എങ്കിൽ ഇപ്പോൾ ബി ടു എയിലേക്കാണ് കറണ്ട് ഫ്ലോ മാറിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് പിയിലേക്കായിരിക്കില്ല ക്യൂയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ വരുന്നത്. ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ, ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ സ്കീമാറ്റിക് ഡയഗ്രാം. ഈ സ്കീമാറ്റിക് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന ഡിവൈസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്കീമാറ്റിക് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന ഡിവൈസാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് മോട്ടർ പ്രിൻസിപ്പിളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മോട്ടർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സാണ് ഒരു സംഭവത്തിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ DC മോട്ടറിൻ്റെ കാര്യമൊക്കെ പഠിച്ചു. അപ്പോൾ ഇതേപോലെ ഒരു മാഗ്നറ്റിൻ്റെ അകത്തേക്ക് നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തപ്പോൾ ആ ഒരു ഫോഴ്സാണ് നമ്മുടെ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് മോട്ടർ പ്രിൻസിപ്പിളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിലെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ഡിവൈസ്. അപ്പോൾ ഈ ഡിവൈസിൽ നടക്കുന്ന ആ എനർജി കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ മോഷനായിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നത്? ഇവിടെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കൂടി ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ മൂവ്മെൻ്റായി മാറ്റുമ്പോൾ ഈ ഫാൻ, മിക്സി, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലുള്ള എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദ ലേബിൾഡ് പാർട്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ലേബലിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ പാർട്ടുകളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ A എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് വോയിസ് കോയിലാണ്. ആൻഡ് B എന്ന് പറയുന്നത് ഡയഫ്രോ ആണ്. C എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക്കും, അതുപോലെ തന്നെ D കാണിച്ചിരിക്കുന്നത് കണക്റ്റിംഗ് വയർസ്, E എന്ന് പറയുന്നത് സോഫ്റ്റ് അയൺ ഷീൽഡിങ്ങും ആണ്. ക്വസ്റ്റ്യൻ, നെയിം അനദർ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. അതായത് മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന വേറെ കുറച്ച് ഡിവൈസസിൻ്റെ പേര് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മറ്റ് ഡിവൈസുകളുണ്ട്. ഒന്ന് ഇലക്ട്രിക് മോട്ടറാണ്, രണ്ടാമത്തേത് ഒരു വാട്ടർ പമ്പ്, ഫാൻസ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ. അപ്പം ഇത്രയും ഡിവൈസസ് ഈ പറഞ്ഞ മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ്. Next question, a wooden block contains mercury between the north and south pole. A freely rotating toothed wheel is in contact with the mercury. When an electric current is passed through the wheel, in which direction is the wheel rotating? Clockwise direction or anti-clockwise direction? അതായത് ഒരു വുഡൻ ബ്ലോക്കിൻ്റെ മേലെ ഒരു മെർക്കുറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു മാഗ്നറ്റിൻ്റെ ഇടയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ടൂത്ത് വീലും ഘടിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു കണക്ഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ടൂത്ത് വീല് ഏത് ഡയറക്ഷനിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണോ അതോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണോ എന്ന്. ഓക്കെ, അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് വീല് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വീൽ റൊട്ടേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വീൽ റൊട്ടേറ്റ് ആവുന്നത്? അതിനുള്ള ജസ്റ്റിഫിക്കേഷനാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് അറിയേണ്ടത് അല്ലേ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്, ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് എന്ന രീതിയിലാണല്ലോ. അപ്പം ഇങ്ങനെ ഈ ഒരു
ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിൽ നോർത്ത് ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പോകുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഡയറക്ഷനായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ തമ്പിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ് ആണ് നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമെന്ന് പറയാം. അപ്പം ഈ ഒരു ഫോഴ്സ് ഈ ടൂത്ത് പിക്കിൽ, അതായത് ഈ വീലിൻ്റെ ടൂത്തിൽ തട്ടുന്ന സമയത്ത് ഇത് റൈറ്റിലോട്ടാണ് നീങ്ങിപ്പോകുന്നത്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുക. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.